السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا ولو شاء ربك ما فعلوه فذرهم وما يفترون ولتصغى إليه أفئدة الذين لا يؤمنون بالآخرة وليرضوه وليقترفوا ما هم مقترفون. اتقوا الله عباد الله. ഏറെ സമാദരണീയരായ സഹോദരി സഹോദരങ്ങളെ, പടച്ചറബിന്റെ വിധിവിലൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ജീവിതം ക്രമീകരിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് സൂറത്തുൽ അൻആമിന്റെ 62ാമത് ക്ലാസ്സിൽ 112ാമത്തെ ആയത്ത് മുതൽക്കാണ് പഠിക്കാനുള്ളത്. وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا ولو شاء ربك ما فعلوه فذرهم وما يفترون. وكذلك അപ്രകാരം ജഅൽന നാം ആക്കിയിട്ടുണ്ട് ലിക്കുല്ലി നബിയിൻ എല്ലാ പ്രവാചകന്മാർക്കും നാം ആക്കിയിട്ടുണ്ട് അദുവൻ ശത്രുക്കളെ, ശത്രു, ശയാതീനൽ ഇൻസി വൽ ജിന്ന് മനുഷ്യരിലും ജിന്നുക്കളിലും പെട്ട പിശാചുക്കളെ നാം ശത്രുക്കളാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ, എല്ലാ നബിമാർക്കും അങ്ങനെ അവരവരുടെ കാലഘട്ടങ്ങളിൽ മനുഷ്യരായിട്ടുള്ള ശത്രുക്കളുണ്ട്, ജിന്നുകളിൽ നിന്നുള്ള ശത്രുക്കളുണ്ട്. ആ രണ്ടു കൂട്ടരിൽ നിന്നുള്ള ശത്രുക്കളെ അള്ളാഹു ഇവിടെ വിളിക്കുന്നത്, പേരെടുത്ത് പറയുന്നത് ശയാത്തീനുൻ എന്നാണ്, പിശാചുക്കളായ ശത്രുക്കൾ എന്നാണ്. മനുഷ്യരിലുണ്ട് പിശാചുക്കൾ, ജിന്നുക്കളിലും ഉണ്ട് പിശാചുക്കൾ. മിനൽ ജിന്നത്തി വന്നാസ്, സൂറത്തുൻ നാസിൽ പറഞ്ഞതുപോലെ എന്താ അവർ ചെയ്യുന്നത്? യൂഹീ ബഅ്ദുഹും ഇലാ ബഅ്ദ്, അവർ അന്യോന്യം, ബഅ്ദുഹും അവരിൽ ചിലർ, ഇലാ ബഅ്ദിൻ ചിലരോട്, യൂഹീ വഹീ നൽകുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശനം ലഭിക്കുന്നതിനും യൂഹി വഹീ നൽകപ്പെടുന്നു എന്നാണ് പറയാ. ഇവിടെ രഹസ്യ സംഭാഷണം നടത്തുന്നു, ദുർബോധനം ചെയ്യുന്നു എന്നാണ് യൂഹി എന്ന വാക്കിന്റെ അർത്ഥം. എന്ത് ദുർബോധനമാണ് അവർ നൽകുന്നത്? സുഹ്റുഫൽ ഖൗലി ഗുറൂറാ, സുഹ്റുഫൽ ഖൗലി ഭംഗി വാക്കുകൾ, മോഹന വാക്കുകൾ, അലങ്കരിച്ച വാക്കുകൾ, ഗുറൂറൻ കബളിപ്പിക്കുന്ന, വഞ്ചിപ്പിക്കുന്ന, ഗുറൂറിൻ കബളിപ്പിക്കുന്നത്, ആളുകളെ കബളിപ്പിക്കുന്ന സുഹ്റുഫായിട്ടുള്ള വർത്തമാനമാണ്
അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യരിലും ജിന്നുക്കളിലും പെട്ട പിശാചുക്കൾ എല്ലാ കാലഘട്ടങ്ങളിലുള്ള പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മാത്രം ഒരു പുതുമയുള്ള സംഗതിയല്ല പ്രവാചകരെ എന്ന് പഠിപ്പിക്കുക. വലൗ ശാഅ റബ്ബുക മാ ഫഅലൂഹു, താങ്കളുടെ രക്ഷിതാവ് റബ്ബുക ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മാ ഫഅലൂഹു, അവരത് ചെയ്യുമായിരുന്നില്ല. റബ്ബ് ചെയ്യണ്ട എന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം വിചാരിച്ചതെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. അവരെ കൈ പൊക്കാനാകുമായിരുന്നില്ല, അവരെ കാലുകൊണ്ട് നടക്കാനാകുമായിരുന്നില്ല, അവരെ നാവുകൊണ്ട് സംസാരിക്കാനാകുമായിരുന്നില്ല. അവർക്കിഷ്ടമുള്ളതൊക്കെ അവരുടെ കൈകൊണ്ട് എടുക്കാനും പിടിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകിയത് കൊണ്ടല്ലേ, അവർക്കിഷ്ടമുള്ളിടത്തൊക്കെ നടന്നു പോകാൻ അവരുടെ കാലുകൾക്ക് കഴിവ് നൽകിയത് കൊണ്ടല്ലേ, അവർക്കിഷ്ടമുള്ളതൊക്കെ സംസാരിക്കാൻ അവരുടെ നാവിന് സംസാരശേഷി നൽകിയത് കൊണ്ടല്ലേ അവരിങ്ങനെ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ. ഫദർഹും വമാ യഫ്തറൂൻ, അതുകൊണ്ട് അവർ കെട്ടിച്ചമക്കുന്ന കാര്യങ്ങളുമായി പ്രവാചകരെ അവരെ നിങ്ങൾ വിട്ടേക്കുക. ഫദർഹും, അവരെ വിട്ടേക്കൂ. വമാ യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കളവായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളുമായി അവരെ വിട്ടേക്കൂ എന്നാണ്. ഈ പറഞ്ഞ ആയത്തിലെ ഏതാണ്ട് എല്ലാ ആശയങ്ങളും ഈ സൂറത്തിൽ തന്നെ നേരത്തെ വന്നു പോയതാണ്. കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒന്നുകൂടെ ഇതിന്റെ അർത്ഥം ചുരുക്കി പറഞ്ഞാൽ, പ്രവാചകരെ നിങ്ങൾ നേരിടുന്നത് പോലെയുള്ള ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ വന്ന നബിമാർക്കൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല. ഇത് ഏത് കാലഘട്ടത്തിലുള്ള ഏതൊരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളവും, അതേപോലെ മുഅ്മിനായി മുസ്ലിമായി നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചനയാണ് ഇത് എന്ന് കൂടെ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്, ശത്രുക്കൾ ഇല്ലാതിരിക്കില്ല, അദുവ് ഇല്ലാതിരിക്കില്ല, അതുണ്ടാകും. ആരൊക്കെയാണ് അദുവ്? മനുഷ്യരിലും ജിന്നുക്കളിലും പെട്ട പിശാചുക്കളാണ് മുഖ്യമായിട്ടും അദുവ്, ശത്രുവായിട്ടുണ്ടാകുക. എന്താ അവർ ചെയ്യുന്നത്? അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് തരത്തിലുള്ള വാക്കുകളാണ് അവർ പറയുന്നത്? സുഖ്റുഫൽ ഖൗല്, ഭംഗി വാക്കുകളാണ്. അവരുടെ സംസാരം കേട്ടാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല, അത്ര സുന്ദരമായിട്ടാണ് അവരുടെ സംസാരം, വളരെ ക്ലിയർ ആണ്, ആരെയും വഞ്ചിക്കുകയാണെന്ന് തോന്നൂല. പക്ഷേ ഉറൂറൻ, അത് കബളിപ്പിക്കുന്ന സംസാരമാണ്. നമ്മൾ അതിൽ വീണു പോകുന്ന തരത്തിലുള്ള, വിശ്വാസികൾ പോലും അതിൽ വീണു പോകുന്ന തരത്തിലുള്ള സംസാരമാണ് ആ പിശാചുക്കളൊക്കെ നടത്തുന്നത് എന്ന്. അവരിങ്ങനെ ചെയ്യുന്നതിൽ അള്ളാഹു അവരെ അയച്ചു വിട്ടിരിക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരത് പറയില്ലായിരുന്നു, ചെയ്യില്ലായിരുന്നു. വലൗ ശാഅ റബ്ബുക മാ ഫഅലൂഹു. അതുകൊണ്ട് പ്രവാചകരെ, നിങ്ങളും ആ ആളുകളെ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ അറിയാം, കുറെ പേരൊക്കെ. ഫദർഹും, അവരെ അങ്ങനെ വിട്ടേക്കൂ, നിങ്ങളും വിട്ടേക്കൂ, അള്ളാഹു വിട്ടേച്ചതല്ലേ. അതുകൊണ്ട് അവർ കെട്ടിച്ചമക്കുന്ന ആ കാര്യങ്ങളുമായി അവരങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ. നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർത്തണ്ട, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വരുത്തേണ്ട. നിങ്ങൾ ചെയ്യുന്ന പ്രബോധനം, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നിങ്ങൾ ചെയ്യുന്ന മറ്റെല്ലാ ദഅ്വാ സംഗതികളും ഒക്കെ വളരെ ശക്തമായി തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ എന്നാണ് ഈ 112-ാമത്തെ ആയത്ത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുന്നത്. 113-ാമത്തെ ആയത്തും കൂടെ കൂട്ടി വായിക്കണം നമ്മള്. വലിതസ്ആ ഇലൈഹി അഫ്ഇദത്തുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി വലിയർളൗഹു വലിയഖ്തരിഫൂ മാ ഹും മുഖ്തരിഫൂൻ. വലിതസ്ആ ഇലൈഹി അഫ്ഇദത്തുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി വലിയർളൗഹു
വലിയഖ്തരിഫൂ മാ ഹും മുഖ്തരിഫൂൻ അല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറത്തി, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ അഫ്ഇദത്ത്, മനസ്സുകൾ, വലിതസ്ആ ഇലൈഹി, ആ ഭംഗി വാക്കുകളിൽ കേട്ട് അങ്ങോട്ട് ചാഞ്ഞു പോകുന്നതാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ സംസാരം കേട്ടിട്ടോ അതെന്നാണല്ലോ ശരി, അവരെ പിൻപറ്റുകയാണല്ലോ നല്ലത് എന്നുള്ള നിലക്ക് ആ ഭംഗി വാക്കുകൾ കേൾക്കുമ്പോ പരലോകത്തിൽ വിശ്വസമല്ലാത്ത ആൾക്കാര് അവരുടെ മനസ്സുകൾ അഫ്ഇദത്തുൻ, അവരുടെ ഹൃദയവും അവരുടെ കണ്ണും കാതും ഒക്കെ തന്നെ, അവരുടെ ചിന്ത, അവരുടെ മനസ്സ് ചാഞ്ഞു പോവുക, ചെരിഞ്ഞു പോവുക, ആ ആളുകളുടെ അടുക്കലേക്കാണ് അവർ ചെരിയുക, ചായുക. വലിയർലൗഹു, അത് അവർക്ക് വലിയ സംതൃപ്തി നൽകുകയും ചെയ്യും. ഓ, ഞങ്ങൾ ചെയ്യുന്ന കാര്യം അത് തന്നെയാണ് ശരിയെന്ന് ഇത്തരത്തിലുള്ള ആളുകളുടെ സംസാരങ്ങൾ കേൾക്കുമ്പോ അവർക്ക് ഏറെ സംതൃപ്തി ഉണ്ടാവുകയും ചെയ്യും. വലിയഖ്തരിഫൂ മാ ഹും മുഖ്തരിഫൂൻ, അവരിങ്ങനെ സ്വയം ചെയ്തു കൂട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ അവർക്കിങ്ങനെ വീണ്ടും വീണ്ടും 10 മടങ്ങ് ശക്തിയിൽ ചെയ്തുകൊണ്ടിരിക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പ്രചോദനമാകുന്നു എന്ന്. അപ്പൊ എന്തൊക്കെ സംഭവിക്കുക? ഈ പിശാചുക്കളായ ആളുകൾ, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കളുടെ ഈ ഒരു ഭംഗി വാക്കുകൾ, അലങ്കാര വാക്കുകൾ, സുഹ്റുഫൽ ഖൗൽ, ഈ അലങ്കാര വാക്കുകൾ കേട്ടിട്ട് ഇവരെ വല്ലാതെ കയ്യിലെടുത്തളിയും. അവരുടെ സംസാരം കൊണ്ട് ഇവരങ്ങാട് പൊക്കി വെച്ചാല് അങ്ങ് പൊങ്ങിപ്പോകും. അങ്ങനെയുള്ള അലങ്കാര വാക്കുകൾ കേട്ടാൽ സംഭവിക്കുന്ന 4 കാര്യങ്ങളാണ്. ഒന്ന്, അവർ കബളിപ്പിക്കപ്പെടുന്നു. 2, അവരുടെ മനസ്സ്, അവരുടെ ചിന്ത എല്ലാം അത്തരത്തിലുള്ള ആളുകളിലേക്കാണ് ചാഞ്ഞു പോകുന്നത്. 3-മത്തത്, അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറെ സംതൃപ്തി അവർ കാണുന്നു, കണ്ടെത്തുന്നു ഇത്തരം വിഷയങ്ങളിലൊക്കെ. 4-മത്തത്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 10 മടങ്ങ് ശക്തിയിൽ വലിയഖ്തരിഫൂ മാ ഹും മുഖ്തരിഫൂൻ, ചെയ്തു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ യഖ്തരിഫൂൻ, അവർക്ക് ചെയ്യാനുള്ള പ്രചോദനവും ഒക്കെ ഇത് മുഖേന ഉണ്ടാകുന്നു എന്നാണ് 113-ാമത്തെ ആയത്ത് പഠിപ്പിക്കുന്നത്. ഇതിലുള്ള വഹി എന്ന വാക്കിന്റെ അർത്ഥം രഹസ്യ ഭാഷണം എന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സുഹ്റുഫ് എന്ന വാക്കിന്റെ അർത്ഥം കൃത്രിമ വാക്ക്, ഭംഗി ഉള്ള വാക്ക് ഭംഗിയാക്കുക എന്നാണ്. വഹുവല്ലദി യകൂനു ബാത്തിനുഹു ബാത്തിലൻ വലാഹിറുഹു മുസയ്യിനൻ എന്നാണ് അർത്ഥം പറയാ. ഉള്ളു പൊള്ളയായിരിക്കും, പുറത്തേക്ക് കൂടുതൽ അലങ്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക. പുറത്തേക്ക് ഇങ്ങനെ അലങ്കരിച്ച് പറയാന്നല്ലാതെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അതിനാണ് സുഹ്റുഫ് എന്ന് പറയുന്നത്. ഫുലാനുൻ യുസഖ്രിഫു കലാമഹു എന്ന് പറഞ്ഞാൽ ഇദാ സയ്യനഹു ബിൽ ബാത്തിലി വൽ കദിബ്, കളവും അസത്യവും ഒക്കെ വെച്ചുകൊണ്ട് ശരിയല്ലാത്ത തരത്തിൽ എന്നാൽ ആ വാക്കുകളെ കൂടുതൽ അലങ്കരിച്ചുകൊണ്ട് പറയുന്നതിനാണ് സുഹ്റുഫ് എന്ന് പറയാ. സുഹ്റുഫ് എന്നതിന് വേറെ അർത്ഥമുണ്ട്. ഖുർആനിൽ ഉപയോഗിച്ചത് ദഹബുൻ, സ്വർണം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർണം അലങ്കരിച്ചത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പല അർത്ഥങ്ങളിലും വന്ന ഒരു വാക്കാണ് സുഹ്റുഫുൻ എന്നുള്ളത്. സ്വർണം കണ്ടാലുള്ള ആ ഒരു പ്രത്യേകതയുണ്ടല്ലോ, അതേപോലെയുള്ള വാക്കുകളാണ് ഇവർ പറയുന്നത് എന്നർത്ഥം. ഗുറൂറിൻ എന്ന് പറഞ്ഞ കബളിപ്പിക്കൽ, ഒരു സംഗതിയിലുള്ള ഉപകാരവും നന്മയും ഒക്കെ ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ അത് മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ വഞ്ചനാപരമായിട്ട് അവരെ സമീപിക്കുക, തന്റെ ജീവിതത്തിൽ ആ സത്യവും ആ നന്മയൊന്നും നടപ്പാക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യത്തിനാണ് ഖുറൂറുൻ എന്ന് പറയാറ്. അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഈ ഒരു ആയത്തിലുള്ള സംഗതി, ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലുള്ള പിശാചുക്കളിൽ നിന്ന് തങ്ങൾക്കെതിരിൽ ഏകോപിച്ച് അണിനിരന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരെല്ലാവരും കൂടെ
ഒന്നിച്ച് പ്രവാചകരെ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കണ്ട. റസൂലിന് മാത്രല്ല, പഴയ കാലത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും ശത്രുക്കളെ കൊണ്ടുള്ള ശല്യവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള ശത്രുതകൾ പ്രയോജനങ്ങളാണ് നമുക്കുണ്ടാക്കുന്നത്. ഒരു ശത്രു ഉണ്ടാകുമ്പോ ആ ഒരു വെല്ലുവിളി നേരിടുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കും. നമ്മുടെ വിശ്വാസത്തിന് കൂടുതൽ കരുത്ത് അല്ലെങ്കിൽ കൂടുതൽ ഉണർവ് അത്തരത്തിലുള്ള ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണല്ലോ. പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ഖുർആനിനെ വിമർശിക്കപ്പെടുമ്പോൾ അത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തെറ്റായ വിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ശരിയായ വിശ്വാസം എന്താണെന്ന് ബോധ്യപ്പെടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഉപകാരം ഉണ്ട് അതുകൊണ്ട് പലപ്പോഴും ശത്രുക്കളെ കൊണ്ട് പോലും. വിവിധ തരത്തിലുള്ള ശത്രുക്കളെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമയും ഹവ്വായും ബിവി റളിയല്ലാഹു അൻഹയും സ്വർഗത്തിലേക്ക് വരുമ്പോ അള്ളാഹു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളൂ, ഈ സ്വർഗത്തുനിന്ന് പോയിക്കോളൂ, ഭൂമിയിലോട്ട് പോയിക്കോളൂ. അവിടെ ചെല്ലുമ്പോ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ശത്രുക്കൾ ഉണ്ടാകട്ടോ, കരുതിയിരുന്നോണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഹാബീലിന്റെയും കാബീലിന്റെയും ആദം നബി അലൈഹി സ്വലാമയുടെ 2 മക്കളുടെ കഥകൾ പറഞ്ഞിട്ടില്ലേ. അതേപോലെ നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും ഒക്കെ നിങ്ങൾക്ക് അവരിൽ വരേക്കും നിങ്ങൾ ശത്രുക്കൾ ഉണ്ടാകുന്നു ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ മനുഷ്യർ തമ്മിൽ മനുഷ്യർ ചിലർക്ക് ശത്രുക്കളായി മാറാറുണ്ട്. പിന്നെ ഇന്ന ശൈത്താന കാനലിൽ ഇൻസാനി അദുവ്വൻ മുബീന, ജിന്നുകളിൽപ്പെട്ട ശൈത്താൻ മനുഷ്യന്റെ ഏറ്റവും വ്യക്തമായ ശക്തമായ പിശാചി ആണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശത്രുത കടന്നു വരുന്ന വഴികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ യുരീദു ശൈത്താൻ അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസർ, കള്ളും ചൂതാട്ടവും അത്തരത്തിലുള്ള വേണ്ടാത്തരങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി മനുഷ്യരെ പ്രേരിപ്പിച്ച് അതിലൂടെ അവർക്കിടയിൽ വിദ്വേഷവും വെറുപ്പും ശത്രുതയും ഒക്കെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയാണ് പിശാച് ശ്രമിക്കുക. അപ്പൊ പിശാച് മനുഷ്യരെ ശത്രുക്കളാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് കള്ളും ചൂതാട്ടവും വേണ്ടാത്തരങ്ങളുമൊക്കെ ഉള്ള സ്വഭാവത്തിന്റെ ആളുകളാക്കി മനുഷ്യരെ മാറ്റിയിട്ടാണ് പലപ്പോഴും മനുഷ്യർ ഇത്തരത്തിലുള്ള വലിയ ശത്രുതാപരമായ കാര്യങ്ങൾ നടത്തുന്നത് എന്നാണ്. കൊല നടത്തുന്ന വലിയ കൊലയാളികൾ അതിനു മുമ്പ് കള്ളു കുടിച്ചിട്ടാണ് പോകാന്നാണ്. അതേപോലെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് പോകാന്നാണ്. അതേപോലെ അവരുടെ ശരിയായ ബോധം ഇല്ലാണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടാണ് പോകാന്നാണല്ലോ. അതാണ് പിശാചി ചെയ്യുന്ന പ്രധാനപ്പെട്ട ശത്രുത ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പണി എന്നാണ്. പിശാച് ആണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ, പിശാചാണ് നിങ്ങളുടെ ആജന്മ ശത്രു. അവരെയാണ് നിങ്ങൾ എന്നേക്കുമായിട്ടുള്ള ഒരു ശത്രുവായി സ്വീകരിക്കേണ്ടത്. മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും, സംസാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാത്തതൊക്കെ വന്നു പോകാം. മനുഷ്യരാണെന്നുള്ളവർക്ക് പല അബദ്ധങ്ങളും കൂട്ടുകാരുടെ അടുക്കലും സഹോദരികളുടെ അടുക്കലൊക്കെ വന്നു പോകാം. അതുകൊണ്ട് ഞാൻ അവന്റെ ജീവിതകാലം മുഴുവനും ഇനി അവനോട് മിണ്ടൂല, ഇടപഴകൂല, അവനായിട്ടൊരു കാര്യം ചെയ്യൂല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. കാരണം മനുഷ്യന്റെ ആജന്മ ശത്രു എന്ന് പറയുന്നത് പിശാച് മാത്രാണ്. ഒന്നാം തീയതി മുതൽ അവസാനം വരേക്കും നിങ്ങളുടെ ആജന്മ ശത്രുവായിട്ട് ആര് മാത്രമേ ഉള്ളൂ? പിശാച് മാത്രമേ ഉള്ളൂ. മനുഷ്യരിൽ ശത്രുക്കളുണ്ട്, ചിലരുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ശയാത്തീനുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മനുഷ്യരെ കലാകാലവും ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഒരാളിൽ നിന്ന് സംഭവിച്ചത് കൊണ്ട്, തെറ്റായ ഒരു കാര്യം സംഭവിച്ചത് കൊണ്ട്, തന്നോട് മോശമായി പെരുമാറി എന്നത് കൊണ്ട് അയാളെ ജീവിതകാലം മുഴുവനും ശത്രുവായിട്ട് കാണാനോ കൊണ്ടു നടക്കാനോ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് പിന്നെ പലപ്പോഴും ശത്രു ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നറിയോ?
അതിനുള്ള വഴിയാണല്ലോ നേരത്തെ പിശാചി ചെയ്തുകൊണ്ടിരുന്നത്. ഖംറും മൈസറും ചൂതാട്ടവും കള്ളും ലഹരിയും ഒക്കെ മനുഷ്യനെ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് മാറിപ്പോവുക. ഇത് വിശ്വാസികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുർആൻ പറഞ്ഞത് റഹ്മാൻ ആ റഹ്മാനായ റബ്ബിന്റെ ഓർമ്മ വിട്ടകന്നുകൊണ്ട് അവന് ദിക്ർ പറയാതെ ചെയ്യാതെ അവനെ ഓർക്കാതെ ആ ദിക്ർ നിലനിർത്തത്തക്ക വിധത്തിലുള്ള പ്രവൃത്തികളിൽ ഒന്നും ഏർപ്പെടാതെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവന് അവന്റെ കൂട്ടുകാരനായി അവന്റെ കൂടെ എപ്പോഴും ഒരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പിശാചിന്റെ സംഗതികൾ. മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളും ജിന്നുകളിൽപ്പെട്ട പിശാചിന്റെയും ഒക്കെ അവസ്ഥ ഇതാണ് പറഞ്ഞത്. ജിന്നുകളിൽപ്പെട്ട പിശാചുക്കളും മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ ഖദ് വഖില ബിഹി ഖരീനുഹു മിനൽ ജിന്ന്. ജിന്നുകളിൽപ്പെട്ട ഒരു കൂട്ടുകാരന് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. വല അൻത യാ റസൂലല്ലാഹ്, അതെ റസൂലെ നിങ്ങൾക്കും ഉണ്ടോ? വല അന ഇല്ലാ അന്നല്ലാഹ ആനനി അലൈഹി ഫഅസ്ലമ ഫലാ യമുറുനി ഇല്ലാ ബിഖൈരിൻ. എന്റെ കൂടെയുള്ള ജിന്ന്, എന്റെ കൂടെ ഉണ്ടാകാവുന്ന ജിന്നിൽപ്പെട്ട എന്റെ ഖരീന് മുസ്ലിമായ ആള് മാത്രമാണ് എന്നോട് നല്ലത് മാത്രമേ കൽപ്പിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ തിന്മയിലേക്ക് നയിക്കുന്ന ഖരീനും കൂട്ടുകാരനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളെ തെറ്റിയാൽ, തക്കം കിട്ടിയാൽ, തഞ്ചം കിട്ടിയാൽ നിങ്ങളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ജിന്നുകളിൽപ്പെട്ട കൂട്ടുകാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ജിന്നുകളിൽപ്പെട്ട പിശാചാകുന്ന ആ ഒരു ശൈത്താനും അതേപോലെ മനുഷ്യരും തന്നെ പലരും തന്നെ നമ്മുടെ തോളിൽ കൈയിട്ട് പലപ്പോഴും നമ്മളെ വേണ്ടാത്തരങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണൂലേ? ഇവര് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയാ, ഇന്ന ശൈത്താനിൽ ഇൻസാനി അശദ്ദു അലൈഹ മിൻ ശൈത്താനിൽ ജിന്ന്. മനുഷ്യരിൽപ്പെട്ട പിശാചാണ് ജിന്നുക്കളിൽപ്പെട്ട ശൈത്താനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ അസഹ്യമായിട്ടുള്ളത്. ഏറ്റവും വലിയ ഒരു സംഗതി മനുഷ്യരിൽപ്പെട്ട ഒരു പിശാചിനെ നേരിടുക എന്നുള്ളതാണ്. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് അഊദു ബില്ലാഹ് മിനശ് ശൈത്വാനിർ റജീം, നഊദു ബില്ലാഹ് അല്ലെങ്കിൽ അഊദു ബില്ലാഹ് എന്ന് ഞാൻ പറഞ്ഞാൽ ആ പിശാച് എന്നിൽ നിന്ന് പോകും. ആ പിശാച് പിന്നെ എന്റെ കൂടെ ഉണ്ടാവില്ല. ജിന്നുക്കളിൽപ്പെട്ട പിശാച് പോകാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഞാൻ ഓർത്താൽ മതി. ശരണം ചോദിച്ചാൽ മതി, അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചാൽ മതി, അവൻ പോയിക്കോളും. എന്നാൽ മനുഷ്യരിൽപ്പെട്ട പിശാച് ഞാൻ അറിയാതെ എന്നിലേക്ക് പല മാർഗങ്ങളിലൂടെ കടന്നു വന്ന് എന്നെ തെറ്റുകുറ്റങ്ങളിലേക്ക് നിരന്തരമായി അവനിങ്ങനെ വലിച്ച് എഴച്ചുകൊണ്ടിരിക്കുമ്പോ അവനെ ഒഴിവാക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ പലപ്പോഴും നേരിടുന്ന അവസ്ഥ ഉണ്ടാകും മനുഷ്യന്. അപ്പൊ അത്തരത്തിൽ മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളെ ഒഴിവാക്കാനാണ് പാടുപെടേണ്ടത്. ജിന്നുക്കളിൽപ്പെട്ട പിശാചിനെ ഒഴിവാക്കാൻ ജസ്റ്റ് ഒന്ന് ദിക്റുള്ള അള്ളാഹുവിനോർത്ത് ഇസ്തിആദത്ത് നടത്തി അഊദു ബില്ലാഹി എന്ന് മിനശ് ശൈത്വാനിർ റജീം എന്ന് പാരായണം ചെയ്ത ഓതിയാൽ ആ പിശാച് ഒഴിഞ്ഞു പോകും. എത്ര സിമ്പിളാണെന്നറിയോ? എന്നാൽ മറ്റേതാണ് ഗുരുതരായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ തുടക്കത്തിൽ ശയാത്തീനൽ ഇൻസ് വൽ ജിന്ന്, ആദ്യം പറഞ്ഞത് മനുഷ്യനെയാണ്. അൽ ഇൻസ് വൽ ജിന്ന്, അവരിലുള്ള പിശാചുക്കൾ, ആ പിശാചുക്കൾ, ആ ശത്രുക്കൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട് എന്നുള്ളത്. വേറെയും നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ അതുമായിട്ട് ഒരുപാട് ആയത്തുകളിൽ കാണാം പിശാചുക്കളെ, വിവിധ തരത്തിലുള്ള പിശാചുക്കളെ വിശദീകരിച്ചത്. മുനാഫിക്കുകളുടെ കൂട്ടുകാരായ കാഫറുകളായ പിശാചുക്കൾ എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഒരു തരത്തിൽ സംസാരിക്കും, എന്നാൽ വൈദാ ഖലൗ ഇലാ ശയാത്തീനിഹിം, അവരുടെ ശൈത്താന്മാരുടെ അടുക്കലേക്ക് അവർ പിരിഞ്ഞു പോയാൽ അവർ പറയാ ഖാലു ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളൊപ്പരാണ്. നിങ്ങളോട് എന്താ പറഞ്ഞത്? ഖാലു ആമന്ന, ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞവർ അവരുടെ ശൈത്താന്മാരുടെ അടുക്കലേക്ക് പോയാൽ അവർ പറയുന്നത് ഇന്നാ മഅക്കും,
ഇന്നമാനഹനു മുസ്തഹ്ദിയൂൻ, ഞങ്ങൾ അവരെ പരിഹസിക്കല്ലേ, കബളിപ്പിക്കല്ലേ, ഞങ്ങൾ അവരുടെ കൂടെ ഒന്നുമില്ല, അന്ന് അങ്ങനെ അവരോട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം എന്ന് പറയുന്ന ചില പിശാചുക്കളെ പരിചയപ്പെടുത്തി. വേറൊരു ആയത്തിൽ അള്ളാഹുവിന്റെ പേരിൽ അല്ലാത്ത അറുത്തത് ഭക്ഷണം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു ലഫിസ്കുൻ, അത് ശരിയല്ലാത്ത തമ്മാടിത്തമാണ്, മോശപ്പെട്ട ദുർനടപ്പാണ്. വൈന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം, പിശാചുക്കൾ അവരുടെ ഏറ്റവും അടുത്ത ആളുകളോട് ഇങ്ങനെ ഉത്ബോധനം നൽകിയാണ്. അപ്പൊ പിശാചുക്കൾക്ക് കുറച്ച് ഔലിയാക്കന്മാരുണ്ട്. പിശാചുക്കൾ ഔലിയാക്കന്മാർ, ആ ആളുകളാണ് മനുഷ്യരോട് അള്ളാഹുവിന്റെ പേരിലല്ലാത്തത് അറുത്തത് തിന്നാൻ വേണ്ടിയിട്ട് പറയുന്നത്. പടച്ചോന്റെ പേരിലല്ലാത്തത് നേർച്ചയാക്കിയത്, പടച്ചോന്റെ പേരിലല്ലാത്ത അറുത്തത്, പടച്ചോന്റെ പേരിലല്ലാതെ ചെയ്യുന്ന, പടച്ചോന്റെ പ്രീതിന്റെ പേരിലല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാ? പിശാചുക്കളുടെ ഔലിയാക്കന്മാരാണ്. ആ ഔലിയാക്കന്മാരോട് പിശാചുക്കൾ വഹയ്യ് നൽകിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടില്ലേ, രഹസ്യ ഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ചാണ് ഇവർ പറയുന്നത് എന്നാണ്. വേറെ ഒരു തരം പിശാചുക്കളെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇന്നൽ മുബദ്ദിരീൻ കാനു ഇഖ്വാന ശയാത്തീൻ, ദുർവ്യയം ചെയ്യുന്ന ആളുകൾ പിശാചുക്കളുടെ സഹോദരങ്ങളാ എന്നാ പറഞ്ഞത്. പിശാചുക്കളുടെ ഔലിയാക്കന്മാരെ പറ്റി പറഞ്ഞു, പിശാചുക്കളുടെ പിശാചുക്കളായ കൂട്ടുകാരെ സംബന്ധിച്ച് പറഞ്ഞു, പിശാചുക്കളുടെ സഹോദരങ്ങൾ എന്നാണ് ദുർവ്യയം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത്. നേരത്തെ മുനാഫിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അവരുടെ ഏറ്റവും അടുത്ത സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എന്നാണ് കാഫറുകളായ അവരുടെ സുഹൃത്തുക്കളെ സംബന്ധിച്ച് പറഞ്ഞത്. ഷയാത്തീനുഹും, ആ ഷയാത്തീനുകളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ പറഞ്ഞത് ദുർവ്യയം ചെയ്യുന്ന ആളുകൾ പിശാചിന്റെ സഹോദരങ്ങൾ എന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തി. അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ പിശാചുക്കളെ അള്ളാഹു പരിചയപ്പെടുത്തി. ചുരുക്കത്തിൽ ദുഷ്ടരായ മനുഷ്യരെ കുറിച്ചാണ് മനുഷ്യ പിശാചുക്കൾ എന്ന് പറയുന്നത്. അതേപോലെ ജിന്നുകളിലുള്ള ദുഷ്ടവിഭാഗത്തെ സംബന്ധിച്ചാണ് ജിന്ന് പിശാചുക്കൾ എന്ന് പറയുന്നത്. അത് രണ്ടിനെയും നമ്മളിൽ നിന്ന് അകറ്റാനുള്ള ഏറ്റവും വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും എളുപ്പം മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ജിന്നുകളിലുള്ള പിശാചുക്കളെ അകറ്റാനാണ് വളരെ എളുപ്പം. എന്നാൽ മനുഷ്യരിലുള്ള പിശാചുക്കളെ ഒഴിവാക്കാനായിരിക്കും കൂടുതൽ പ്രയാസപ്പെടേണ്ടി വരിക. ഖുർആനിൽ പലപ്പോഴും ഒരു ഉപാധിയും കൂടാതെ നേർക്ക് നേരെ പിശാചുക്കൾ എന്ന് പറയുമ്പോൾ അത് മനുഷ്യ പിശാചുക്കളല്ല, അത് ജിന്നിലുള്ള പിശാചുക്കളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. ഇവിടെ ഒരു കാര്യം കൂടെ, നമ്മൾ നേരത്തെ സുഹ്റുഫുൽ ഖൗൽ എന്ന് പറഞ്ഞല്ലോ, ഈ ആയത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട പദമാണ് സുഹ്റുഫുൽ ഖൗൽ എന്നത്. സൂറത്തുൽ സുഹ്റുഫ് എന്നൊരു അധ്യായം തന്നെയുണ്ട്. ആ സുഹ്റുഫിന് 4 തരത്തിലാണ് അർത്ഥം ഖുർആനിൽ വന്നിട്ടുള്ളത്. ഒന്ന് അഖദത്തിൽ അർളു സുഹ്റുഫഹ എന്ന് വന്നിട്ടുണ്ട് ഖുർആനിൽ. അതിനർത്ഥം ഭൂമി അതിന്റെ അലങ്കാരം അണിഞ്ഞു എന്നാണ്. അപ്പൊ സുഹ്റുഫിന് അവിടെ അലങ്കാരം എന്നാണ്. ഭൂമി നമ്മളിങ്ങനെ കാണുമ്പോൾ ആ പച്ചപ്പ് പിടിച്ച് കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിൽ, വളരെ ആകർഷണീയമായ വിധത്തിലൊക്കെ ആ ഭൂമിയില് പച്ചപ്പ് പിടിച്ചു വരുന്ന ചെടികളൊക്കെ പിന്നെ ഇടതൂർന്ന് വളരുന്ന ഒരു സംഗതിയെ സംബന്ധിച്ചാണ് സുഹ്റുഫിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വേറൊരു ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ബൈത്തും മിൻ സുഹ്റുഫിൻ എന്നുണ്ട്, സ്വർണം കൊണ്ടുള്ള വീട് എന്നാണ് അർത്ഥം. അപ്പൊ സുഹ്റുഫിന്റെ അവിടെ അർത്ഥം സ്വർണം എന്നാണ്. വേറൊരു ഭാഗത്ത് വസുഹ്റുഫ എന്ന് പറഞ്ഞത് സുഹൃത്ത് സുഹ്റുഫിൽ സുഹ്റുഫ എന്നൊരു വാക്ക് ഉപയോഗിച്ചത് സ്വർണം കൊണ്ടുള്ള അലങ്കാരം എന്നർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സുഹ്റുഫുൽ ഖൗൽ എന്നത് ഭംഗിയുള്ള വാക്കുകൾ എന്ന രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ 4 രൂപത്തിൽ അതിന്റെ അർത്ഥം വന്നിട്ടുണ്ട് എന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. ഇവിടെ ഭംഗി വാക്കാണ്. ഭംഗി വാക്ക് മാത്രമല്ല, ഹുറൂറൻ കബളിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരം കൂടിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹസ്സന ബഅദുഹും ലിബഅദിൻ അൽഖൗല ലിയത്തബിഊഹും ഫീ ഫിത്നതിഹിം, അവരുണ്ടാക്കുന്ന ഫിത്നയിൽ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ സംസാരം വളരെ മയത്തിലും നയത്തിലും ഭംഗിയിലും ഒക്കെ അവതരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് സുഹ്റുഫ് എന്ന് പറയാ. അങ്ങനെ ആളുകൾ ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിന്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നത് തസീനുൽ ബാത്തിൽ ബിൽ അൽസിന, ബാത്തിലായ ഒരു സംഗതിയെ അവരുടെ നാവ് കൊണ്ട് ഏറെ തസീൻ ഭംഗിയാക്കി പറയുന്നതിനെ പറ്റിയാണ് അങ്ങനെ ആ സുഹ്റുഫുൻ എന്ന് പറയുന്നതാണ്. അപ്പൊ അലങ്കരിച്ച ഒരു സംസാരം അത് വലിയ ഗുരുതരമായ ദോഷമാണ്.
ദ്രോഹകരമായ സംഗതിയാണ്, വാക്കാണ്. വിഷലിപ്തമായ വാചകങ്ങളായിരിക്കും പലപ്പോഴും അതിനെ സംബന്ധിച്ച് നമ്മൾ കാണുക. സത്യത്തെ അസത്യമായി, നഗ്നതയെ കലയായി, സൗന്ദര്യത്തെ മ്ലേച്ഛതയായി, തിന്മയെ നന്മയായി ഒക്കെ അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ നന്മയെ തിന്മയായി ഒക്കെ അവതരിപ്പിക്കാൻ അത്തരത്തിലുള്ള ആളുകൾക്ക് സാധിക്കുന്നു എന്നൊക്കെ നമ്മൾ സുഹ്റുഫുൽ ഖൗലിനെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാക്കുക. ഇനി ഈ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് സമയമുള്ളത്. ഖുർആനിൽ വ്യത്യസ്ത തരത്തിലുള്ള വാക്കുകളെ സംബന്ധിച്ച് സംസാരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അൽ ഖൗല്, എന്തൊക്കെ ഖൗലാ പറഞ്ഞതെന്നറിയോ? ഖുർആനിൽ പറഞ്ഞ ഖൗല് എന്തൊക്കെയാണെന്നറിയോ? ഖൗലൻ മഅറൂഫ എന്നിട്ടുണ്ട്, നല്ല വാക്ക്. പല ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്, പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ഖൗലൻ മഅറൂഫൻ വ മഗ്ഫിറത്തുൻ ഖൈറുൻ മിൻ സദഖത്തിൻ യത്ബഉഹാ അദൻ. ധർമ്മം കൊടുത്തിട്ട് അതിന്റെ ശേഷം ആളെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു നല്ല വാക്ക് പറഞ്ഞ് അയാളെ തിരിച്ചുവിടുന്നത്. അങ്ങനൊന്നും കൊടുക്കണ്ട, അയാളോട് നല്ല വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്താ കൊടുത്തിട്ട് അതിന്റെ ശേഷം പിന്നെ ആ ആളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നും കൊടുക്കാതെ അയാളോട് നല്ല വാക്ക് പറഞ്ഞ് അയാളെ തിരിച്ചേക്കലല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങൾക്കൊക്കെ ഖൗലുൻ മഅറൂഫുൻ നല്ല വാക്ക് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ ഒരു പദം ഖൗലൻ ബലീഗ, മനസ്സിൽ തട്ടുന്ന വാക്ക്. സുഹ്റുഫുൽ ഖൗല്, വഞ്ചനാപരമായ ഭംഗിയുള്ള വാക്ക്. ഖൗലൻ കരീമൻ, മാതാപിതാക്കളോട് സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഖൗലൻ കരീമൻ എന്ന് ഉപയോഗിച്ച് മാന്യമായ വാക്ക്. അതാണ് ഉമ്മാനോടും ബാപ്പാനോടൊക്കെ സംസാരിക്കുന്ന സംസാരത്തിൽ ഉണ്ടാകേണ്ടത്. ഖൗലൻ മൈസൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫറോവയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മൂസാ നബിയും അതേപോലെ ഹാറൂൻ നബിയും അലൈഹിസ്സലാം ചെന്നപ്പോ അവരോട് പറഞ്ഞത് സൗമ്യമായ വാക്ക് പറയൂ എന്നാണ്. ഇന്നക്കുല്ല തഖൂലൂന ഖൗലൻ അദീമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗുരുതരമായ വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖൗലൻ ലയ്യിനൻ, ഫറോവയോടുള്ള സംസാരത്തിൽ വേറൊരു രൂപയുടെ ഖൗലൻ ലയ്യിനൻ. ഖൗലൻ മൈസൂർ എന്ന് പറഞ്ഞത് മാതാപിതാക്കളെ സംബന്ധിച്ച് തന്നെയാണ് കേട്ടോ, മോളെ പറഞ്ഞത് അബദ്ധത്തിൽ പറഞ്ഞാണ്. ഖൗലൻ ലയ്യിനൻ എന്നാണ് ഫറോവയോട് സംസാരിക്കുമ്പോൾ സംസാരം സ്വീകരിക്കേണ്ട വാക്കായിട്ട് പറഞ്ഞത്, മയമുള്ള വാക്ക് എന്നാണ്. ഖൗലൻ സൂർ, ഒഴിവാക്കണം എന്ന് പറഞ്ഞു, വ്യാജ വാക്ക് എന്നാണ് അർത്ഥം. നിങ്ങളുടെ സംസാരത്തിൽ ശരിയായ വാക്ക് വേണം എന്നുപയോഗിച്ചത് ഖൗലൻ സദീദ് എന്നാണ്. ഒരാൾ പറയുന്ന വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന സംസാരവും വാക്കുമാണ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി എന്ന് പറഞ്ഞ് ദഅവത്ത് എന്ന വാക്ക്, ദഅവത്ത് ചെയ്യുന്ന ആ ഒരു പണി, അതാണ് ഏറ്റവും നല്ല വാക്ക് എന്ന് പറഞ്ഞു. അതേപോലെ ലഫീ ഖൗലിൻ മുഖ്തലിഫ്, വ്യത്യസ്ത തരത്തിലുള്ള വിഭിന്നമായ സംസാരങ്ങൾ, വാക്കുകൾ. ഖൗലൻ സഖീലൻ, കനപ്പെട്ട വാക്ക്. ഇങ്ങനെ വിവിധ രൂപത്തിൽ സംസാരങ്ങളെ സംബന്ധിച്ച് വിവിധ വിഷയങ്ങൾ എടുത്തു പറഞ്ഞപ്പോ അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് വെറുതെ പറഞ്ഞതല്ല. ഇത്തരത്തിലൊക്കെ മനുഷ്യർക്ക് സംസാരിക്കാൻ സാധിക്കും. നല്ല വാക്ക്, മനസ്സിൽ തട്ടുന്ന വാക്ക്, ഭംഗി വാക്ക്, മാന്യമായ വാക്കുകൾ, സൗമ്യമായ വാക്കുകൾ, ഗുരുതരമായ വാക്കുകൾ, മഴമുള്ള വാക്ക്, കളവ്, വ്യാജ വാക്കുകൾ, ഏറ്റവും ശരിയായ വർത്തമാനം. അതേപോലെ കനപ്പെട്ട ഖൗലൻ സക്കീലൻ, ഭയങ്കര ഭാരപ്പെട്ട, ഭയങ്കര കനമുള്ള വാക്കുകൾ. അങ്ങനെ പലതരത്തിലും മനുഷ്യർക്ക് സംസാരിക്കാനൊക്കെ സാധിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകളാണ് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഈ നോട്ട്സ് ഇടുമ്പോൾ ഒരു സംഭവം നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ സാധിക്കും. തുഫൈൽ ബിൻ ആമിർ അദ്ദൗസി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ദൗസ് ഗോത്രത്തിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. പ്രവാചകനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്, അവിടെ വലിയ പ്രശ്നക്കാരനാണെന്ന് കേട്ടത്. അദ്ദേഹം വന്നപ്പോ തന്നെ ആളുകളെല്ലാം കൂടെ അദ്ദേഹത്തിന്റെ വട്ടം കൂടിയിട്ട് ഒരുപാട് ദുർമന്ത്രങ്ങൾ അദ്ദേഹത്തോട് നടത്തിയാണ്. പലതരത്തിലും അദ്ദേഹത്തെ പിൻവാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് പ്രവാചകന്റെ അടുക്കലേക്ക് പോകുന്നത് അദ്ദേഹം പറയുന്നതൊന്നും കേൾക്കാൻ പറ്റാത്ത രൂപത്തിലാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെവിയിൽ പഞ്ഞി തിരുകി വെച്ചിട്ടാണ് അദ്ദേഹം തുഫൈൽ അങ്ങോട്ട് പോകുന്നത്. അദ്ദേഹം കാബ പ്രദക്ഷിണം ചെയ്യുന്നത് തന്നെ അതിന് ചരിത്രത്തിൽ വലിയ സംഭവമാണ്. കാബ പ്രദക്ഷിണം ചെയ്തപ്പോ തന്റെ ചെവിയിൽ പഞ്ഞി വെച്ച് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഒന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയ ഒരു വ്യക്തിയാണ് തുഫൈൽ റളിയല്ലാഹു അൻഹു. അവസാനം അതൊക്കെ കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് തോന്നി, എന്തിനാ ഞാനിങ്ങനെ അധൈര്യം കാണിക്കുന്നത്, എനിക്ക് നേരിട്ട് മുഹമ്മദിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നുകൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ അദ്ദേഹം നേരിട്ട് അങ്ങോട്ട് ചെന്നു, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായി ഇത് കള്ളപ്രവാചകനല്ല.
അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം വിശ്വാസിയാവുകയാണ്. എന്നിട്ട് ദൗസ് ഗോത്രത്തിലേക്ക് അദ്ദേഹം തിരിച്ചു പോവുകയാണ്, മുസ്ലിം ആവുകയാണ്. അവിടെ ഒരുപാട് ആളുകൾ അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു ചരിത്രമൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവിടെ മുശ്രിക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൗസിന് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ദൗസെ പെട്ടുപോകല്ലേ, ഞങ്ങൾ നല്ലോണം പറയാണ്, ഒരുപാട് ആൾക്കാർ അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഉപദേശിക്കുന്ന ആ ഒരു സംഗതിയെ സംബന്ധിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ അതിലുള്ള ഖുർആൻ കബളിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ പല സംഗതിയും നമ്മളെ കബളിപ്പിക്കുന്നതായിട്ട് ഖുർആൻ തന്നെ പറഞ്ഞു. അൽ ഹയാത്തു ദുനിയ, ഐഹിക ജീവിതം നിങ്ങളെ കബളിപ്പിക്കുന്നതാണ്. അതേപോലെ പിശാച് മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാ യഗ്റന്നക തഖല്ലുബുൽ ലദീന കഫറു ബിൽ ബിലാദ്, സത്യനിഷേധികളുടെ സ്വൈര്യ വിഹാരം കണ്ടിട്ട് അതിൽ വഞ്ചിതരായി പോകല്ലേ. അവരെ പോലെ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ, ഞങ്ങൾക്കും ആയിക്കൂടാ എന്നൊന്നും നിങ്ങൾ വിചാരിക്കാൻ നിൽക്കല്ലേ. ബൽ ഇൻ യഅദുല്ലാലിമൂന ബഅദുഹും ബഅദൻ ഇല്ലാ ഉറൂറ, അക്രമികളായ ആളുകൾ നടത്തുന്ന പല വാഗ്ദാനങ്ങളും അതൊക്കെ നിങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന്, അവരുടെ വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ അവസാനം റബ്ബ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണവും ഈ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചു, അള്ളാഹുവിന്റെ മശീയത്താണ് ഏത് കാര്യങ്ങളുടെയും അടിസ്ഥാനം, അതിനനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ആയത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, 113 ആയത്ത് നേരത്തെ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഭംഗി വാക്കുകൾ കേട്ടുകൊണ്ട് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ മനസ്സുകളാണ് അങ്ങോട്ട് ചാഞ്ഞു പോവുക, അതിന് സംതൃപ്തി കണ്ടെത്തുക, പിന്നെയും ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും ആ തെറ്റുകൾ, വേണ്ടാത്തരങ്ങൾ, ആ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും 10 മടങ്ങ് ശക്തിയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഇങ്ങനെ പിശാചുക്കളായ ആളുകളുടെ വലയിൽ അകപ്പെടുന്ന ആളുകളാണ് എന്നാണ്. അസ്സഹ്വ് എന്ന് പറഞ്ഞാൽ അൽ മൈൽ എന്നാണ്, ചായുക എന്നാണ് അർത്ഥം. അൽ ഇഖ്തിറാഫ് എന്ന് പറഞ്ഞാൽ അൽ ഇക്തിസാബ് എന്നാണ്, സമ്പാദിക്കുക, പരിശ്രമിച്ചുണ്ടാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ പിശാച് വളരെ അധികം കുതന്ത്രങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഫസ്തഫിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക വഅജ്ലിബ് അലൈഹിം ബിഖൈലിക എന്നൊക്കെ പറഞ്ഞിട്ട് അവരിൽ നിന്ന് നിനക്ക് സാധ്യമല്ലാത്തവരെ നിന്റെ ശബ്ദമുഖേന നീ ഇളക്കി വിട്ടുകൊള്ളുക, അവർക്കെതിരെ നിന്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും ഒക്കെ നീ വിളിച്ചുകൂട്ടുകയും ചെയ്തു കൊള്ളുക, സ്വത്തുക്കളിലും സന്താനങ്ങളിലും നീ അവരോടൊപ്പം പങ്കുചേരുകയും അവർക്ക് നീ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുക. അങ്ങനെ പിശാച് എല്ലാ മേഖലകളിലും നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. അവൻ വരുന്നത് നമുക്ക് കാണില്ല, നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അള്ളാഹു നമ്മളോട് ശക്തമായിട്ട് ഇതിലൊക്കെ അവന്റെ ഇടപെടൽ ഉണ്ടാകും എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് മാറിപ്പോകാനുള്ള ഉത്ബോധനമാണ് ഈ 2 ആയത്തുകളിലൂടെ അള്ളാഹു നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.